വയനാടും ഇടുക്കിയും പത്തനംതിട്ടയും നമ്മുടെ മലയോര മേഖലകൾ ഇന്ന് ചോരയും കണ്ണീരും വീഴുന്ന ഒരു യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ്. കാട്ടാനയും കടുവയും കാട്ടുപോത്തും കർഷകരുടെ ജീവൻ എടുക്കുമ്പോൾ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതാകുന്നത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ചു കാലമായി വന്യജീവികൾ കൂട്ടത്തോടെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത്? ഇത് കാടിൻ്റെ കയ്യേറ്റം കൊണ്ടാണോ? അതോ കാടിനുള്ളിലെ ആവാസ വ്യവസ്ഥ തകർന്നതുകൊണ്ടോ? വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ നിയമം അനുവദിക്കണമെന്ന കർഷകരുടെ ആവശ്യം ന്യായമാണോ? നിയമങ്ങൾ മനുഷ്യൻ്റെ ജീവനേക്കാൾ മൃഗങ്ങൾക്ക് വില കൽപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് പരിഹാരമാണ് കാണേണ്ടത്? ഈ വലിയ സാമൂഹിക പ്രതിസന്ധിയിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഇപ്പോൾ തന്നെ അഭിപ്രായം.in സന്ദർശിക്കൂ. നിങ്ങളുടെ നിർണായകമായ അഭിപ്രായം രേഖപ്പെടുത്തൂ. ഓർക്കൂ, നിങ്ങളുടെ ഒരു ചിന്ത ഒരുപക്ഷെ ഒരു നാടിൻ്റെ അതിജീവനത്തിന് വഴിയൊരുക്കിയേക്കാം. നമസ്കാരം. കേരളത്തിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ നിന്നും അനുദിനം കേൾക്കുന്ന വാർത്തകൾ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒന്നാണ്. തലമുറകളായി കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന കർഷകരും തോട്ടം തൊഴിലാളികളും സ്വന്തം പുരയിടത്തിൽ വെച്ച് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയാകുന്നു. കാട്ടാനയും കാട്ടുപോത്തും കാട്ടുപന്നിയും ജനവാസ കേന്ദ്രങ്ങളെ കീഴടക്കുമ്പോൾ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത ഒരു വലിയ അതിജീവന പ്രതിസന്ധിയാണ് മലയോര ജനത ഇന്ന് നേരിടുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള ഈ സംഘർഷം ഇത്രയധികം വർദ്ധിക്കുന്നത്? ഇതിന് പിന്നിൽ ഒന്നിലധികം ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട്. ഒന്നാമതായി, നമ്മുടെ വനങ്ങൾക്കുള്ളിലെ ജൈവ വ്യതിയാനങ്ങളാണ്. അക്കേഷ്യ പോലുള്ള അധിനിവേശ സസ്യങ്ങൾ കാടിനുള്ളിലെ സ്വാഭാവിക പുൽമേടുകളെ നശിപ്പിച്ചു കഴിഞ്ഞു. തന്മൂലം സസ്യഭുക്കുകളായ ആനയും മാനുമെല്ലാം ഭക്ഷണത്തിനും കുടിവെള്ളത്തിനുമായി നാട്ടിൻപുറങ്ങളിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാകുന്നു. രണ്ടാമതായി, വന്യജീവി സംരക്ഷണ നിയമങ്ങൾ കർശനമാക്കിയതോടെ മൃഗങ്ങളുടെ ജനസംഖ്യയിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ അവയ്ക്ക് സ്വതന്ത്രമായി വിഹരിക്കാനുള്ള വനവിസ്തൃതി ഇവിടെയില്ല. കൂടാതെ വനമേഖലകൾക്ക് നടുവിലൂടെയുള്ള ടൂറിസം പദ്ധതികളും റിസോർട്ടുകളുടെ നിർമ്മാണവും മൃഗങ്ങളുടെ പരമ്പരാഗത സഞ്ചാരപഥങ്ങളെ തടസ്സപ്പെടുത്തുന്നതും മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ്. ഈ വിഷയത്തിൽ പൊതുസമൂഹം രണ്ട് തട്ടുകളിലാണ് ചിന്തിക്കുന്നത്. കർഷക സംഘടനകൾ വാദിക്കുന്നത് മനുഷ്യന്റെ ജീവനാണ് മൃഗങ്ങളെക്കാൾ വില കൽപ്പിക്കേണ്ടതെന്നാണ്. ജനവാസ മേഖലകളിലിറങ്ങി മനുഷ്യനെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകുന്ന രീതിയിൽ 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യം. നിലവിൽ സർക്കാർ നൽകുന്ന തുച്ഛമായ നഷ്ടപരിഹാരം വിപണി വിലയനുസരിച്ച് തത്സമയം നൽകണമെന്നും അവരാവശ്യപ്പെടുന്നു. മറുവശത്ത് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് വഴി പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നാണ്. കാടിന്റെ അതിർത്തികളിൽ റെയിൽവേ ട്രാക്കുകൾ ഉപയോഗിച്ചുള്ള ശക്തമായ പ്രതിരോധ മതിലുകൾ നിർമ്മിക്കുക, AI അധിഷ്ഠിത തെർമൽ ക്യാമറകളും ഡ്രോണുകളും ഉപയോഗിച്ച് മൃഗങ്ങളുടെ വരവ് മുൻകൂട്ടി കണ്ടെത്തുക, കാടിനുള്ളിൽ തന്നെ കൃത്രിമ കുളങ്ങൾ നിർമ്മിച്ച് ജലലഭ്യത ഉറപ്പാക്കുക തുടങ്ങിയ ശാസ്ത്രീയ മാർഗങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. താൽക്കാലികമായ റെയ്ഡുകൾക്കോ മയക്കുവെടികൾക്കോ അപ്പുറം ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ആവശ്യമാണ്. സാങ്കേതികവിദ്യയും വനപരിപാലനവും ഒരുപോലെ ഒത്തുചേർന്നാൽ മാത്രമേ മലയോര ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ഭയമില്ലാതെ സ്വന്തം മണ്ണിൽ അന്തിയുറങ്ങാൻ സാധിക്കൂ. അതീവ അപകട മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ വലിയ സാമ്പത്തിക പാക്കേജുകൾ നൽകി സുരക്ഷിതമായി പുനരധിവസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഭരണകൂടം ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. പ്രകൃതി സംരക്ഷണവും മനുഷ്യന്റെ ജീവിക്കാനുള്ള മൗലികാവകാശവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഈ അതീവ ഗുരുതരമായ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? കർഷകരുടെ അതിജീവന പോരാട്ടങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? ഇപ്പോൾ തന്നെ അഭിപ്രായം.in സന്ദർശിക്കൂ. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങളും പ്രായോഗികമായ പരിഹാര നിർദ്ദേശങ്ങളും ചർച്ചയിൽ പങ്കുവയ്ക്കൂ. നിങ്ങളുടെ ഓരോ അഭിപ്രായവും ഡിജിറ്റൽ ലോകത്തെ കൂടുതൽ അർത്ഥവത്തായ ചർച്ചകളിലേക്ക് നയിക്കും. നന്ദി.